ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ആ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ചില സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ആ സബ്സ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസ് കൂടും. എന്നാൽ ചില സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അത് ഓരോ മെറ്റീരിയലിൻ്റെയും പ്രോപ്പർട്ടീസ് അനുസരിച്ചായിരിക്കും അങ്ങനെ വരുന്നുണ്ടാവാം. എക്സാമ്പിളായിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് പ്യുവർ മെറ്റൽസിൻ്റെയും അതേപോലെ അലോയ്സിൻ്റെയും ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ കാണിച്ചിട്ടുണ്ട്, ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ഓഫ് പ്യുവർ മെറ്റൽസ് വെൻ ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് പ്യുവർ മെറ്റൽസിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നു. അതുപോലെ തന്നെ അലോയ്സ് ആണെന്നുണ്ടെങ്കിലും റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്. എന്നാൽ ഇൻ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് അവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ റെസിസ്റ്റൻസ് കൂടാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയാനുള്ള കാരണം? ഇത് ആ ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ചില മെറ്റീരിയൽസിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഉണ്ടാവുക, ചില മെറ്റീരിയൽസിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. എന്നാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് ആ മെറ്റീരിയലിനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് എ മെറ്റീരിയൽ മേ ബി ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് ഇൻ റെസിസ്റ്റൻസ് പെർ ഓം ഒറിജിനൽ റെസിസ്റ്റൻസ് പെർ ഡിഗ്രി സെൽഷ്യസ് റേസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എത്ര ഓം റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്, ഇതാണ് ശരിക്കും ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചില മെറ്റീരിയൽസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുകയായിരിക്കും ചെയ്യുക, എന്നാൽ എന്തായിരിക്കും ചില മെറ്റീരിയൽസിൻ്റെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എത്ര ഓം റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നുണ്ട്, ഇതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ PTC ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു ദ മെറ്റീരിയൽസ് ദാറ്റ് ദ എക്സ്പീരിയൻസ് ആൻഡ് ഇൻക്രീസ് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൻ ദർ ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ്. അതായത് ടെമ്പറേച്ചർ റേസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് പറയുന്ന പേരാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ. അതേപോലെ താഴെ കാണിച്ചിട്ടുണ്ട് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് NTC എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു മെറ്റീരിയൽസ് ദാറ്റ് എക്സ്പീരിയൻസ് എ ഡിക്രീസ് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൻ ദർ ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവരെ റെസിസ്റ്റൻസ് കുറയാണെങ്കിൽ അത്തരത്തിലുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് മെറ്റീരിയൽസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്യുവർ മെറ്റൽസും അലോയ്സും ഒക്കെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ആളുകളാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുന്ന ആളുകളാണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സും അതേപോലെ സെമി കണ്ടക്ടേഴ്സും ഒക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള ആളുകളാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയാണ് അവിടെ ചെയ്യുന്നുണ്ടാവുക. സോ ഇതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ബേസിക്കലി മനസ്സിലാക്കി വെക്കുക, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഒരു ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എത്രത്തോളം റെസിസ്റ്റൻസ് നമ്മൾ ഓമിലാണ് പറയുക, ആ ഓമിൽ എത്ര ചേഞ്ച് വരുന്നുണ്ട്, അതിന് പറയുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളതാണ് ഇലക്ട്രിക് പവർ. സോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പവർ എന്ന് നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ വർക്ക് ഈസ് ഡൺ ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് കോൾഡ് ഇലക്ട്രിക് പവർ. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ എത്രത്തോളം ഇലക്ട്രിക്കൽ വർക്ക് നടന്നിട്ടുണ്ട് അതിനെ പറയുന്ന പേരാണ്, ശരിക്ക് അതിൻ്റെ റേറ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ. പവർ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് പവർ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് വർക്ക് എന്ന് പറഞ്ഞാൽ W ആണ്, ടൈം എന്ന് പറഞ്ഞാൽ T എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർ ഇസ് ഈക്വൽ ടു V ഇൻറ്റു I എന്ന് പറഞ്ഞു. അതേപോലെ പവർ ഇസ് ഈക്വൽ ടു I² ഇൻറ്റു R, പവർ ഇസ് ഈക്വൽ ടു V² ഡിവൈഡഡ് ബൈ R. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്
പിന്നെ പി എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്, പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അതിൽ വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. സോ 3 ഇക്വേഷൻ പവറിന് പി ഈക്വൽ ടു വി ഇൻറ്റു ഐ, പി ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആർ, പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. നെക്സ്റ്റ് വൺ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നടന്നിട്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡണിനെ പറയുന്ന പേരാണ് എനർജി എന്ന് പറയും. നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ എനർജീൻ്റെ യൂണിറ്റ് ആയിട്ട് പറയാനുള്ളത് ജൂൾസ് അല്ലെങ്കിൽ വാട്ട് സെക്കൻഡ് ആണ്. എന്നാൽ അതിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് കിലോ വാട്ട് അവർ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് കിലോ വാട്ട് അവർ. നോർമലി ഇലക്ട്രിക്കൽ എനർജീൻ്റെ യൂണിറ്റ് ആയിട്ട് ജൂളും വാട്ട് സെക്കൻഡും പറയുമെങ്കിലും അതിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ പറയാറുള്ള വീടുകളിലൊക്കെ മീറ്ററിൽ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവറിന് ഈക്വലാണ്. സോ അതിൻ്റെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. സോ അതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ എനർജി ഇൻ കിലോ വാട്ട് അവർ കാണാൻ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പോൾ ഇവിടെ പവർ ഏതിലായിരിക്കണം? വാട്ടിലായിരിക്കണം. ടൈം ഹവറിലായിരിക്കണം വേണ്ടത് കേട്ടോ. ഹവറിലാണ് ടൈം വേണ്ടത്, ഹവർ. പിന്നെ അതേപോലെ ഡിവൈഡഡ് ബൈ 1000. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പവർ വാട്ടിലാണ്, ടൈം ഹവറിലാണ്, അതേപോലെ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നോട്ട് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. പവർ വാട്ടിലാണ്, ടൈം ഹവറിലാണ്, ഡിവൈഡഡ് ബൈ 1000. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ എനർജീൻ്റെ ഇക്വേഷനാണ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് കറൻറ്റ് ഡിവിഷൻ റൂള്. സോ കറൻറ്റ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വലിയൊരു സർക്യൂട്ടിലൊക്കെയാണ് നമ്മൾ ഈ കറൻറ്റ് ഡിവിഷൻ റൂൾ ഉപയോഗിക്കേണ്ടി വരിക. അതായത് ഇപ്പോൾ ചെറിയ സർക്യൂട്ട് ആകുന്ന സമയത്ത് നമുക്ക് ഏത് ബ്രാഞ്ചിലുള്ള കറണ്ടൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. പക്ഷേ വലിയൊരു സർക്യൂട്ടാണ് സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സർക്യൂട്ടാണ് സമയത്ത് അതിന്ന് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള കറണ്ടൊക്കെ നമ്മളോട് കാണാൻ പറഞ്ഞ സമയത്ത് അത് നമുക്ക് സാധാരണ രീതിയിൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് കറണ്ട് ഡിവിഷൻ റൂൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റൂളാണ് കറണ്ട് ഡിവിഷൻ റൂള്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഏതൊരു ബ്രാഞ്ചിലും കറണ്ട് കാണാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ കറണ്ട്, ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ഇതാണ് കാണാനുള്ള ഇക്വേഷന്. അപ്പോൾ സോ കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ അപ്പോൾ ഈ പി പി ടിയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ടോട്ടൽ കറണ്ട് ഇൻറ്റു ഈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് കേട്ടോ. അതാ പി പി ടിയിൽ വന്ന ചെറിയ വ്യത്യാസമാണ്, അലൈൻമെൻറ്റിൽ വന്ന വ്യത്യാസങ്ങളാണ്. സോ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ഇതാണ് ഇക്വേഷനായിട്ട് വരുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഇതിൽ ഈ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ I1 കാണാൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു ബ്രാഞ്ചിലുള്ള കറണ്ടാണ് I1 എന്ന് പറഞ്ഞാൽ. I1 എന്ന് പറഞ്ഞാൽ ശരിക്കും R1-ലൂടെയുള്ള കറണ്ടാണ്. സോ I1 കാണാനുള്ള ഇവിടെ വോൾട്ടേജ് V ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. എന്താണ്? I1 = V/R1 ആണ്, നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതേപോലെ I2 = നമുക്ക് എന്ത് പറയാൻ പറ്റും? V/R2 എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. ഈ സിമ്പിൾ സർക്യൂട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഏത് ബ്രാഞ്ചിലുള്ള കറണ്ട് നമുക്ക് ഈ രീതിയിൽ കാണാൻ പറ്റിയത്. അപ്പോൾ ഒരു കോംപ്ലക്സ് സർക്യൂട്ടൊക്കെ കാണുന്ന സമയത്ത് നമുക്കിത് കാണാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവിഷൻ റൂൾ ഉപയോഗിച്ചിട്ട്, അതായത് ഏതൊരു ബ്രാഞ്ചിലുള്ള കറണ്ട് കാണെങ്കിലും കാണാനുള്ള ഇക്വേഷനാണ് ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നോക്കാം, പിന്നെ ഇപ്പോൾ ഇതിൽ ഈ ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരലൽ സർക്യൂട്ട് 1/R = 1/R1 + 1/R2, അതാണ് നമ്മൾ ടോട്ടൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടും? R=R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2 എന്ന് കിട്ടും. അതായത് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2 ആണ്. രണ്ട് റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ V എന്ന് പറഞ്ഞാൽ I × R equivalent ആണ്. അപ്പോൾ I1 കാണുമെങ്കിൽ നമുക്കറിയാം
എന്താ ഏറ്റവും സിമ്പിളായിട്ട് V/R1 ചെയ്താൽ മതി. പക്ഷേ നമ്മൾ റൂള് പ്രകാരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, I1 എന്ന് പറഞ്ഞാൽ R1 റെസിസ്റ്റൻസിലുള്ള R1 എന്ന റെസിസ്റ്റൻസിലുള്ള കറണ്ടാണ്. സോ I1 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ കറണ്ട്, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടാണ് I എന്ന് പറഞ്ഞാൽ, ആ I ഇൻറ്റു ഇതാണ് നമ്മൾ ഇക്വേഷൻ, ടോട്ടൽ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. സോ I1 എന്ന് പറഞ്ഞാൽ I1 എന്ന് പറഞ്ഞാൽ ഈ R1 കറണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. I1 എന്ന് പറഞ്ഞാൽ R1 കറണ്ടാണ് I1 എന്ന് പറഞ്ഞാൽ. ആ R1 കറണ്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ പ്രകാരം ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. ഇപ്പോൾ R1 കറണ്ടാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, R2 ആണ്. സോ ടോട്ടൽ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്, സോ I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിന് പാരലാണോ സീരീസ് നമ്മൾ നോക്കേണ്ട, ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്, R1 പ്ലസ് R2 ആണ്. സോ I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സോ ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ടാവുക. സോ ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ പറയുന്നത്, ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി അതേപോലെ R2 കറണ്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണ്, ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്യുക. ഇവിടെ ടോട്ടൽ കറണ്ട് I ആണ്, ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് R2 കറണ്ട് കാണുമ്പോൾ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, R1 ആണ്. സോ I ഇൻറ്റു R1 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ R1 പ്ലസ് R2. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കറണ്ടിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ചെറിയ സർക്യൂട്ട് ആകുമ്പോഴത്തോളം നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത മൊഡ്യൂളിലൊക്കെ നമ്മൾ വലിയ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇക്വേഷൻ നിർബന്ധമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കിയിട്ട് വെക്കാം. കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഏത് ബ്രാഞ്ചിലും നമുക്കുള്ള കറണ്ട് കണ്ടുപിടിക്കുക. ഇപ്പോൾ ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്താൽ ആ ബ്രാഞ്ചിലെ കറണ്ട് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് കണ്ടപ്പോൾ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഓപ്പോസിറ്റിലുള്ളൂ, കാരണം R1 ഓപ്പോസിറ്റ് ഇവിടെ R2 ആണ്, R2 ഓപ്പോസിറ്റ് ഇവിടെ R1 ആണ്. പക്ഷേ ഒന്നിലധികം റെസിസ്റ്റൻസ് ഓപ്പോസിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പിനേഷൻ്റെ ഏത് കോമ്പിനേഷനാണോ വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വലൻ്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ R1 R2 R3 ഉണ്ടെന്നുണ്ടെങ്കിൽ 3 റെസിസ്റ്റൻസ് പാരലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ R1 ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്, R2 ഉണ്ട്, R3 ഉണ്ട്. അപ്പോൾ ആ R2 R3 ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എത്രയാണോ അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അടുത്ത മൊഡ്യൂളിലാണ് നമ്മൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അതാണ് കറണ്ട് ഡിവിഷൻ റൂൾ ഇൻ പാരലൽ സർക്യൂട്ട്. നെക്സ്റ്റ് വണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഇൻ സീരീസ് സർക്യൂട്ട്. ഇപ്പോൾ സീരീസ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിവിഷൻ റൂളാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ V എന്നുള്ളൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് R1 അവിടെ V1 ആയിട്ടും R2 അക്രോസ് V2 ആയിട്ടും R3 അക്രോസ് V3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ പ്രകാരം നമുക്ക് എങ്ങനെ ഓരോ ബ്രാഞ്ചിലും കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസിലും കിട്ടുന്ന വോൾട്ടേജ് നമ്മൾ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്, വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇവിടെയും ഈ ഒരു PPT ചെറിയ അലൈൻമെൻറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, നോക്കാം. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഏതൊരു റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കാണുന്നുണ്ടെങ്കിലും ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് കാണാനുള്ള ഇക്വേഷന്, ഏത് ബ്രാഞ്ചിന് അക്രോസുള്ള വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷന്. അപ്പോൾ ഇവിടെ R1 അക്രോസുള്ള വോൾട്ടേജ് കാണുന്നുണ്ടെങ്കിൽ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് V ഇൻറ്റു കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ആണ് R1 അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് നമുക്ക് കാണേണ്ടത്. സോ R1 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെയും സിമ്പിളായിട്ട് നമുക്ക് V1 എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ കറണ്ട് ഇൻറ്റു R1 ആണ് നമുക്കറിയാം, ടോട്ടൽ കറണ്ട് ഇൻറ്റു R2 ആണ് V2 എന്ന് നമുക്കറിയാം, ടോട്ടൽ കറണ്ട് ഇൻറ്റു R3 ആണ് V3 നമുക്കറിയാം. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു കോംപ്ലക്സ് സർക്യൂട്ടിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, V1 എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്ക് R1 അക്രോസുള്ള വോൾട്ടേജ് ആണ്. അത് കാണുന്നുണ്ടെങ്കിൽ അവിടെയുള്ള സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് V ആണ്. കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് V1 എന്ന് പറഞ്ഞാൽ R1 അക്രോസ് ആണ്. സോ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് R1, V ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. അതേപോലെ V2 എന്ന് പറഞ്ഞാൽ R2 അക്രോസുള്ള വോൾട്ടേജ് ആണ്. ടോട്ടൽ വോൾട്ടേജ് V ആണ് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R3. അതേപോലെ V3 എന്ന് പറഞ്ഞാൽ
അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് വി ആണ്, R3ക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് R3 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഏത് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏത് റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജാണ് നമുക്ക് കാണേണ്ടത്, ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു കറസ്പോണ്ടിങ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഇൻ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം, നേരത്തെ നമ്മൾ ഒരു എനർജീൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സോ എനർജി കാണാനുള്ള ഇക്വേഷൻ, എനർജീൻ്റെ ഇക്വേഷൻ ഇങ്ങനെ പറയുന്നത് എനർജി ഇൻ കിലോ വാട്ട് അവർ ഇക്വൽ ടു പി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 1000 ആണ്. പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000 ആണ്. അതിൽ പവർ വാട്ടിലായിരിക്കണം, ടൈം ഹവറിലായിരിക്കണം, ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഇൻ കേസ് പവർ വാട്ടിലല്ല അല്ലെങ്കിൽ കിലോ വാട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വാട്ടിലോട്ട് മാറ്റണം. പിന്നെ ടൈം ഹവറിലല്ല സെക്കൻഡിലും മിനിറ്റിലാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിലോട്ട് മാറ്റണം, നമ്മൾ അതിനെ ഹവറിലോട്ട് മാറ്റും വേണം. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പ്രോബ്ലം ഉണ്ട്. ഇൻ എ ഹൗസ് ദ ഫോളോയിങ് ലോഡ്സ് ആർ കണക്റ്റഡ്. ഒന്ന് 10 lamps ഓഫ് 40 watt ഈച്ച് സ്വിച്ച്ഡ് ഓൺ ഫോർ 5 hours എ ഡേ. 5 fans ഓഫ് 60 watt വർക്കിംഗ് 10 hours എ ഡേ. 1000 watt ഹീറ്റർ വർക്കിംഗ് 2 hours. 1 റെഫ്രിജറേറ്റർ ഓഫ് 250 watt വർക്കിംഗ് ഓഫ് 20 hours എ ഡേ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ കോസ്റ്റ് ഓഫ് എനർജി ഈസ് 2 rupees per unit, കാൽക്കുലേറ്റ് ദ എനർജി കൺസപ്ഷൻ ഫോർ എ മന്ത് വിച്ച് ഇസ് 30 days. അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തിനുള്ള കാൽക്കുലേഷനാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, എനർജീൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കറിയാം ഓരോ ഡിവൈസ് നമ്മൾ എടുക്കുകയാണ്. ആദ്യം കൺസപ്ഷൻ ഓഫ്, ഫസ്റ്റ് പറഞ്ഞത് 10 ലാംപ്സിൻ്റെ കൺസപ്ഷനാണ്. അപ്പോൾ കൺസപ്ഷൻ ഓഫ് 10 lamp ഓഫ് 40 watt ഈച്ച് ഓഫ് വർക്കിംഗ് ഓൺ 5 hours. അതായത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 10 ലാമ്പുകൾ 40 വാട്ടിൻ്റെ 10 ലാമ്പുകൾ 5 hour സമയത്തോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ടോട്ടൽ എനർജി നമ്മൾ കണ്ടെത്തണം. സോ ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ടി ഡിവൈഡ് ബൈ 1000 ആണ്. പി എന്ന് പറഞ്ഞാൽ പവർ വാട്ടിലാണ്, ടി എന്ന് പറഞ്ഞാൽ ടൈം ഹവറിലാണ്, ഡിവൈഡ് ബൈ 1000. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം വാട്ടിലാണ് പവർ തന്നിട്ടുള്ളത്, ഹവറിലാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, സമയം തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്നും മാറ്റാല്ല, ഡയറക്റ്റായിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ പി എന്ന് പറഞ്ഞാൽ നോക്കാം 40 വാട്ടിൻ്റെ ലാമ്പാണ്. എത്ര ലാമ്പുകളുണ്ട്? 10 ലാമ്പുകളുണ്ട്. 40 വാട്ടിൻ്റെ 10 ലാമ്പുകളുണ്ട് ഇൻറ്റു ടൈം, ആ സമയം ഡിവൈഡ് ബൈ 1000 നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ 40 നമ്മളെ പവർ, ടി എന്ന് പറഞ്ഞാൽ 5 ആണ്, പിന്നെ നമ്മൾ ടൈം അല്ലേ 40 വാട്ട്, പി എന്ന് പറഞ്ഞാൽ 40, ടി എന്ന് പറഞ്ഞാൽ 5 ആണ് അല്ലേ. ഡിവൈഡ് ബൈ 1000 അങ്ങനത്തെ 10 ലാമ്പുകളുണ്ട്. സോ ഇൻറ്റു 10. സോ 40 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 22 kWh എന്ന് കിട്ടും. അതേപോലെ കൺസപ്ഷൻ ഓഫ് 5 fans ഓഫ് 60 watt ഇൻ 10 hours. ഇപ്പോൾ 5 ഫാൻ 60 വാട്ടിന് 5 ഫാൻ 10 ഹവേഴ്സിലോട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. സോ പി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 1000 ആണ്. പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ നമുക്കറിയാം 60 വാട്ടാണ് തന്നിട്ടുള്ളത്. സോ പി ഇസ് ഈക്വൽ ടു 60, ടൈം 5 ആണ്. സോ 60 ഇൻറ്റു 5 അങ്ങനത്തെ എത്ര ഫാൻ ഉണ്ട്? 10 പി ഇൻറ്റു ടി ഡിവൈഡ് ബൈ 1000. പി എന്ന് പറഞ്ഞാൽ 60 തന്നിട്ടുണ്ട്. അതേപോലെ 5 ഫാനാണുള്ളത്. സോ 60 ഇൻറ്റു 5, 5 ഫാനാണുള്ളത്. 60 ഇൻറ്റു 5 സമയം എന്ന് പറഞ്ഞാൽ ഇൻറ്റു 10 ഡിവൈഡ് ബൈ 1000 ചെയ്താൽ 30/10 3 kWh കിട്ടും. ശ്രദ്ധിക്കുക 5 ഫാനാണുള്ളത്, 60 വാട്ടിന് 5 ഫാൻ. സോ 60 ഇൻറ്റു 5 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 10 ആണ്, ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 3 kWh നമുക്ക് അവിടെ കിട്ടും. സോ 10 ലാമ്പിൻ്റെ 40 വാട്ട് 10 ലാമ്പിൻ്റെ കൺസപ്ഷൻ 2 kWh. 60 വാട്ട് 5 ഫാൻസിൻ്റെ 5 ഫാനിൻ്റെ കൺസപ്ഷൻ 3 kWh നമുക്ക് കിട്ടി. ഇനി അതേപോലെ കൺസപ്ഷൻ ഓഫ് ഹീറ്ററിൻ്റെ കൺസപ്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ്. 1000 വാട്ടാണ് അതിന് പറഞ്ഞിട്ടുള്ളത്, 2 hours ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനർജി ഇക്വൽ ടു പി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഒരു ഹീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വാട്ടേജ് തന്നിട്ടുണ്ട് 1000 ഇൻറ്റു ടൈം 2 hours ആണ് വേണ്ടത്. 1000 ഇൻറ്റു ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ 2 kWh എന്ന് കിട്ടും. അതേപോലെ കൺസപ്ഷൻ ഓഫ് റെഫ്രിജറേറ്റർ ഓഫ് 250 watt ഫോർ 20 hour. അപ്പോൾ ഇവിടെ എനർജി എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ടി ഡിവൈഡ് ബൈ 1000. ഒരു റെഫ്രിജറേറ്റർ മാത്രമേ ഉള്ളൂ, അതിൻ്റെ പവർ 250 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 20 ആണ്, ഡിവൈഡ് ബൈ 1000. സോ ചെയ്ത് കഴിഞ്ഞാൽ 5 kWh നമുക്ക് കിട്ടും. സോ ഓരോന്നിൻ്റെയും എനർജി കൺസപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ടോട്ടൽ എനർജി കൺസപ്ഷൻ കാണാൻ പോവുകയാണ്. സോ ടോട്ടൽ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടെത്തി 2 + 3 + 2 + 5 അത്രയും kWh ആണ് ടോട്ടൽ കൺസപ്ഷൻ വരുന്നുണ്ടാവുക. സോ നമുക്ക് ടോട്ടൽ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 12 kWh നമുക്ക് അവിടെ കിട്ടി.
ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ദിവസത്തെ കാൽക്കുലേഷൻ ആയിട്ടുള്ളൂ. 12 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന എനർജി കൺസപ്ഷൻ ആയിട്ടുള്ളൂ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ഒരു മാസത്തെ ടോട്ടൽ എനർജി കൺസപ്ഷനാണ്. സോ 12 × 30 ചെയ്താൽ ഒരു മാസത്തെ ടോട്ടൽ എനർജി കൺസപ്ഷൻ കിട്ടും, 360 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. പിന്നെ അതിന് കോസ്റ്റ്, ഇപ്പോൾ നമുക്ക് യൂണിറ്റാണ് കിട്ടിയുള്ളത്, കോസ്റ്റ് കാണണം. കോസ്റ്റ് കാണാൻ വേണ്ടി ടോട്ടൽ കോസ്റ്റ് ഫോർ എ മന്ത് = 360 ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ റേറ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 2 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. സോ 360 × 2 എന്ന് പറഞ്ഞാൽ 720 റുപ്പീസ് നമുക്ക് അവിടെ കിട്ടും. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റായിട്ടും കിട്ടും. സോ ഇതാണ് നമ്മൾ ഈ ഒരു മാസത്തുള്ള ടോട്ടൽ എനർജി കോസ്റ്റായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ.